10-30 ദിവസം RS ബാബുവിൻ്റെ നടപ്പ് സംഘത്തിൽ നിന്നൊക്കെ മാറി ഞാനൊരു യാത്ര നടത്തി മയക്കുമരുന്നിനെതിരായിട്ട് കേരളത്തിൽ. അപ്പോൾ ഈ വയനാടിൻ്റെ ബോർഡറിൽ ഒരു സ്ഥലത്ത് നമ്മുടെ ഈ ഫോറസ്റ്റ് വഴിയൊക്കെ ഈ മയക്കുമരുന്ന് കിടക്കുന്ന കുറേ ആൾക്കാരുള്ള ഒരു സ്ഥലത്ത് ഞാൻ പോയപ്പോൾ എന്നോട് ഒരാൾ ചോദിച്ചു, സാറിന് വേറെ പണിയൊന്നുമില്ല എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ജീവിച്ചു പോകണ്ടേന്ന് പറഞ്ഞപ്പോൾ അയാൾ ആൾക്കൂട്ടത്തിൽ എൻ്റെ കൈ പിടിച്ചിട്ട് വേറെ ഇങ്ങനെ തിരിച്ചു. ഞാൻ ചോദിച്ചു, എന്നെ കൊല്ലാനുള്ള പരിപാടിയാണോ എന്ന് ചോദിച്ചു. അല്ല, ബോധ്യപ്പെടുത്തി തരാനാണ്, നിങ്ങൾ ശക്തരാണെന്ന് വിചാരിക്കാൻ വേണ്ടി. എന്നുവെച്ചാൽ 10-400 പേര് നിൽക്കുന്നത് സദസ്സിൽ വെച്ചാണ് എൻ്റെ ഈ വിരൽ പിടിച്ചാൽ മടക്കിയത്. അപ്പോൾ അത് ഒരു ഹീറോയിസായിട്ടല്ല ഞാൻ നിങ്ങൾക്ക് അവതരിപ്പിക്കുന്നത്. കാരണം അതും ഒരു മാധ്യമ പ്രവർത്തകൻ ഈ കാലത്തെ വെല്ലുവിളിയാണെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾ ഇപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങളൊക്കെ ഈ സർട്ടിഫിക്കറ്റിൽ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പം ഫുൾ മാർക്ക് കിട്ടിയതോ A ഗ്രേഡ് കിട്ടിയതോ ഒക്കെ ആയിരിക്കും. +2 നിങ്ങൾ A ഗ്രേഡ് പാർട്ടികളായിരിക്കും, ഡിഗ്രിക്ക് റാങ്ക് വാങ്ങിച്ചവരായിരിക്കും. ഇന്നത്തെ കാലത്ത് അതിനൊന്നും കടലാസിൻ്റെ വില പോലും ഇല്ല. ഇപ്പോൾ നമ്മളൊക്കെ കാണുന്നത് ഒരാളിങ്ങനെ ഞാൻ ഫുൾ മാർക്ക് വാങ്ങിച്ചാളാന്ന് പറഞ്ഞാൽ അതവിടെയൊക്കെ നമുക്ക് ഇരിക്കട്ടെ. എന്നിട്ട് നമ്മളെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സൂത്രപ്പണി എന്ന് പറഞ്ഞാൽ ഒരു 6-7 പേരെ കയറ്റി ഒരു മുറി ഇരുത്തും. അവിടെ ഒരു CCTV ഉണ്ടാവും. എന്നിട്ട് നമ്മൾ അപ്പുറത്തെ മുറി നിന്ന് കാണും. ഇവരോട് ഏതെങ്കിലും ഒരു വിഷയം നിൽക്കുമ്പോൾ ചർച്ച ചെയ്യാൻ ഒരു തമാശ. ചർച്ച ചെയ്യുമ്പം അതിനകത്തെ അഗ്രജൻ ആരാ നമ്മൾ നോക്കും, മിടുക്കനാണ്. അതിൽ ആ മിടുക്ക് കാണുന്ന 1-2-3 പേരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് അവൻ്റെ കുറിമാനമൊക്കെ വായിച്ച് നോക്കും. അവൻ പരീക്ഷയൊക്കെ പാസ്സായോ. അത് 4-5 തവണ എഴുതി തോറ്റവനെയാണെങ്കിൽ നമ്മൾ അവനെ ഇപ്പോൾ എടുക്കുകയായി. കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ തോറ്റവൻ ഒരുപാട് അനുഭവങ്ങൾ കാണും. തോറ്റവനാണ് പഠിക്കാനുള്ളത്. ജയിച്ചവെന്ന് പറഞ്ഞാൽ കാണാൻ പഠിച്ച് രക്ഷപ്പെട്ടതാണ്. തോറ്റവൻ ഞാൻ തോറ്റു പോകാനുള്ള ഒരു മിടുക്കവനുണ്ടായി. അത് തന്നെ ഈ കാലത്ത് ഒരു പ്രത്യേകതയാണ് ഞാൻ കരുതുന്നത്. ഇത്രയൊക്കെ ഇതിൽ കൂടുതലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ബാബു സാറിൻ്റെ ഇവിടെ ജോലി ചെയ്ത ആൾക്കാരുടെ പിരിഞ്ഞു പോകും. എന്നോട് ചെയർമാൻ പറയുമായിരുന്നു, എല്ലാം കൊണ്ട് 120 കുട്ടികളിവിടെ ജോലി ചെയ്തു, മുറിയൊക്കെ പിടിച്ചു പോയി. അപ്പം നമുക്കൊരു അക്കാഡമി ഉണ്ട്, അവിടെ ഗുളിക കഴിക്കാനുള്ള ആളായിട്ടില്ല. ഞാൻ ആ അസൂയോടെയാണ് ബാബു പറഞ്ഞത് കേട്ടത്. കാരണം എന്ന് വെച്ചാൽ എന്നോട് എനിക്ക് ഒരാൾ ചോദിച്ചത്, ഈ അക്കാഡമി വന്ന ഒരാൾ ചോദിച്ചു, സാറ് എവിടെ പഠിച്ചാൽ ജോലി കിട്ടുമെന്ന് ചോദിച്ചു. എല്ലാത്തിനും ചോദ്യം. അപ്പോൾ പുള്ളി അപ്പം തന്നെ ഇറങ്ങി പോകാതിരിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു, ജോലി കിട്ടാൻ സാധ്യതയുണ്ട്, അല്ല ഉള്ളതേ ഉള്ളൂ, അല്ലാതെ ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല. ഞാൻ പിന്നെ വിചാരിച്ചു നമ്മുടെ സ്ഥാപനത്തിൽ ഇയാൾക്ക് ഒരു ജോലി കൊടുത്തേക്കാം, എന്തായാലും ഉറപ്പിച്ചേക്കാന്ന് വിചാരിച്ചു പുള്ളിയോട് പറഞ്ഞു ജോലി കിട്ടും. അപ്പോൾ അവനറിയണം എവിടെയാണ് കിട്ടുക, ഞാൻ ഇവിടെ തന്നെ, അല്ല വേറെ എവിടെ കിട്ടുകയെന്ന് ചോദിച്ചു. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയും ഉണ്ട് കേരളത്തിൽ. ഈ പുതിയ ഈ ടെലിവിഷൻ ചാനലുകളൊക്കെ വന്ന സമയത്ത് തോമസ് ചാക്കോ സാർ അറിയാൻ വേണ്ടി പറയുക, ഈ അവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ എങ്ങനെയാണ് രാജിക്കത്ത് വരുന്നത് വായിച്ചാൽ വലിയ രസമാണ്. ദിസ് ഈസ് മൈ ലാസ്റ്റ് ഡേ അവർ തരുന്നതാണ്, രാജിക്കത്ത് വരുന്ന tomorrow I am leaving for such and such channels, so please relieve me at their leave. അപ്പോൾ ഞാനൊരു പെൺകുട്ടിയോട് ചോദിച്ചു, ഒരു 2 ആഴ്ചയോടെ നിന്നിട്ട് പോയാൽ പോലെ ആ കസേരയിൽ ആളില്ല. ഇറ്റ് ഈസ് യുവർ വറി, ഇറ്റ്സ് നോട്ട് ഓഫ് മൈ ഇഷ്യൂ. അപ്പോൾ നമ്മളിനി ആ കസേരയിൽ ആരെങ്കിലും കൊണ്ട് ഇരുത്തി വരുന്നത് വരെയൊന്നും ആ കുട്ടിക്ക് നിൽക്കാൻ നേരമില്ലെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ വിചാരിച്ചു ആ കുട്ടി ഒരു മനുഷ്യപ്പറ്റൊക്കെ ഉള്ള ആളായിരിക്കും, ഇയാളെ ഉപദ്രവിക്കേണ്ടെന്ന് വിചാരിച്ചു ഒരാഴ്ചയെങ്കിലും നിൽക്കുള്ളൂ. അതിനെ പിന്നെ ബസ്സേജ് വെച്ചാൽ പോകുന്ന വഴിയാണ്. അപ്പോൾ ഇതിപ്പോൾ ഒരു വലിയ പ്രശ്നമാണ്. നിങ്ങൾ വിശ്വസിച്ചോളൂ, ഈ ഒരുപക്ഷെ ഈ 24-ന്റെ ഒരു ഫേസായിട്ട് എൻ്റെ മോനെ കാണിച്ചില്ലായിരുന്നെങ്കിൽ ആ സ്ഥാപനം എന്നെ പൂട്ടിപ്പോയേനെ. കാരണം എന്താ അറിയാമോ, ഒരു പുതിയ വാർത്താ ചാനൽ വന്ന് അവിടുന്ന് റിക്രൂട്ട് ചെയ്ത എണ്ണം നിങ്ങൾ കണക്കൂട്ട് തന്നെ അപ്പുറം 100 പേരാണ് അവിടെ ഇറങ്ങിപ്പോയത്. 100 പേര്. അപ്പോൾ 100 പേരൊക്കെ ഒരു ചാനലിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ മിക്കവാറും കാലം കൂട്ടിക്കും. അതിനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ ഈ 4-5 ബുദ്ധിയുള്ള ആൾക്കാരെ നമ്മുടെ ചാനലിൽ ജോയിൻ ചെയ്ത് ഫേസൊക്കെ നാട്ടുകാർ അറിയുന്ന 5 പേര് എന്നോടൊന്ന് ചോദിച്ചു, സാറേ ഞങ്ങളുടെ ഫേസും കൂടെ ഒന്നിട്ടിട്ട് 5 പേരുടെയും കൂടെ പടം വെച്ച് ഇത് ചെയ്ത് കുറച്ചുകൂടെ നമ്മുടെ ചാനലിൽ ഒരു ആകർഷണം വരത്തില്ലെങ്കിൽ ആകർഷണം വരും, പക്ഷെ ബുദ്ധിപരമായി ഒരു മെയ്വഴക്കോടെ ആവശ്യമാണെന്ന് ഒരു ഇന്റലക്ച്വൽ എക്സർസൈസ് ഞാൻ സമ്മതിച്ചില്ല. നമ്മുടെ മുതലാളികളെ സമ്മതിച്ചില്ല. നിങ്ങൾ വിശ്വസിച്ചോളൂ, ഈ 4 പേര് ഇപ്പം എൻ്റെ കൂടെ ഇല്ല. അപ്പോൾ സംഭവത്തെ പ്രശ്നം എന്നറിയാമോ, ഇവരെ കൂടെ പേര് വെച്ചിരുന്നെങ്കിൽ നോക്കുമ്പോൾ ആൾക്കാർ ഈ ചാലിയില്ല, ഇവന്മാരെല്ലാം തലം വിട്ടു. അപ്പോൾ ഈ ചാലി ആരും ഇല്ലെന്നുണ്ട്. ഇപ്പോൾ ഈ 100 പേര് ഇറങ്ങിപ്പോയിട്ടും വലിയ പ്രശ്നമൊന്നുമില്ല, ആരും അറിഞ്ഞിട്ടില്ല. ഇവിടെ മോന്തേക്കാണ് വെക്കാൻ പോയാൽ ഞാനിപ്പോൾ വിട്ടില്ലായിപ്പോൾ CL അറിയുന്നുണ്ടോ, എത്ര സങ്കടത്തിലാണ് കാര്യം. പക്ഷേ ഒരു കാര്യം എനിക്ക് ഉറപ്പായി, ഈ ഞാൻ